വീണ്ടും ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ്. ആരാണെന്നറിയാമോ? CJP വക്താവ് സൗരവ് ദാസ്. അപ്പോൾ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് CJPയുടെ സമരം. CJP സമരം നടത്തി, അവർ അതിൽ വിജയിച്ചു. എന്നാൽ അതിനുശേഷം കേന്ദ്ര സർക്കാരും പോലീസും ആ സമരത്തിന്റെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടികൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള വാർത്ത എന്താണെന്നറിയാമോ? CJP സമരത്തിലെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് സൗരവ് ദാസ് വീണ്ടും കടുപ്പിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാദം? സമരത്തിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ഒരുപാട് കുറ്റവാളികൾ ഉണ്ടെന്ന് പോലീസ് കൃത്യമായ തെളിവുകളോടെ കണ്ടെത്തിയതാണ്. അപ്പോൾ ആ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? നിയമം അതിന്റെ വഴിക്ക് പോകേണ്ടതില്ലേ? കുറ്റവാളികളെയാണല്ലോ പോലീസ് ശിക്ഷിക്കുന്നത്, അല്ലാതെ നിരപരാധികളെ അല്ല. ഇപ്പോഴിതാ CJP സമരത്തിൽ പങ്കെടുത്ത കുറ്റവാളികളെ ശിക്ഷിക്കാമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് സൗരവ് ദാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും, അതായത് കൊടും കുറ്റവാളികളെ പോലും ഒരു കേസും എടുക്കാതെ വെറുതെ വിടണമെന്നാണ് CJPയുടെ വാദം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു അവകാശവാദം? കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സൗരവ് ദാസിന് എന്താണ് ഇത്രയധികം പൊള്ളുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിയമലംഘനം നടത്തിയവരെയും കുറ്റവാളികളെയുമാണ് പോലീസ് പിടികൂടുന്നത്. തെറ്റ് ചെയ്യാത്ത ആരെയും പോലീസ് തൊട്ടിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ സൗരവ് ദാസ് വാദിക്കുന്നത്? ഈ കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട ഗതികേട് CJPക്ക് എന്തിനാണ്? അങ്ങനെയെങ്കിൽ ഈ സമരങ്ങൾക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു? സമരത്തിന്റെ മറവിൽ ആസൂത്രിതമായ അട്ടിമറികളാണോ ലക്ഷ്യമിട്ടത്? ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സൗരവ് ദാസ് അവതരിപ്പിക്കുന്ന വാദങ്ങളുടെ പൊള്ളത്തരവും ഈ സമരത്തിന് പിന്നിലെ കപട നാടകങ്ങളും ഓരോന്നായി ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. കോടതിയുടെ വിധി വന്നിട്ടും പോലീസ് കൊടും കുറ്റവാളികളെ പിടികൂടിയിട്ടും അതിനെതിരെ ഇത്രയും വലിയ അഹങ്കാരത്തോടെ രംഗത്ത് വരാൻ CJPക്ക് എന്ത് അധികാരമാണുള്ളത്? കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് വന്നത്. സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത നിരപരാധികളായ വിദ്യാർത്ഥികളെ വെറുതെ വിടണമെന്നാണ് കോടതി പറഞ്ഞത്. അതിൽ ആർക്കാണ് എതിർപ്പുള്ളത്? ആരും എതിർത്തിട്ടില്ല. അതൊരു നല്ല തീരുമാനം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്ത് കോടതി എടുത്ത മാനുഷികമായ ഒരു നിലപാട് തന്നെയാണ്. പക്ഷേ കോടതി അതിൻ്റെ ഒപ്പം വ്യക്തമായ ഒരു കാര്യം കൂടി വെച്ചു. ഈ സമരത്തിന്റെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടവരും മുൻകാല കുറ്റവാളികളുള്ളവരും അവർക്കെതിരെ പോലീസ് നിയമപരമായ നടപടികൾ തുടരേണ്ടതാണ്. അതല്ലേ നിയമം? തെറ്റ് ചെയ്തവൻ ഏത് വിദ്യാർത്ഥി ആയാലും പ്രക്ഷോഭകാരി ആയാലും ശിക്ഷിക്കപ്പെടണം എന്നത് ഈ രാജ്യത്തിന്റെ നിയമമല്ലേ? പക്ഷേ ഈ വിധി പുറത്തു വന്ന ഉടൻ സൗരവ് ദാസ് എക്സിൽ കുറിച്ചത് എന്താണെന്നറിയാമോ? ഈ ഉത്തരവ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രേക്ഷകരെ. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് അത് പുച്ഛിച്ചു തള്ളാനും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി വീമ്പിളക്കാനും ഇദ്ദേഹം ആരാണ്? നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ നിൽക്കാൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? കുറ്റവാളികളെ കേസുകളിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ വീണ്ടും ദേശവ്യാപകമായി സമരം തുടങ്ങുമെന്നാണ് അവരുടെ ഭീഷണി. അതായത് കൊടും കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി കോടതിയെ പോലും ബന്ദിയാക്കാൻ നോക്കുകയാണ് ഈ മഹാൻ. ഈ സമരത്തിന് നേതൃത്വം നൽകിയ സോനം വാങ്ചുക് പോലും എന്താണ് പറഞ്ഞതെന്ന് ഓർത്തു നോക്കൂ. സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ വെറുതെ വിടുന്നതിനെ അദ്ദേഹം പിന്തുണച്ചെങ്കിലും യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ പോലീസ് നടപടി തുടരുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സമരം ചെയ്ത യഥാർത്ഥ മുഖങ്ങൾ പോലും അക്രമികളെ തള്ളി പറയുമ്പോഴാണ് സൗരവ് ദാസും സംഘവും ഈ കൂട്ടങ്ങളെ സംരക്ഷിക്കാൻ നെട്ടോട്ടം ഓടുന്നത്. ഇവിടെയാണ് വലിയ ചോദ്യം ഉയർന്നത്. സമരത്തിന് നേതൃത്വം കൊടുത്തവർ പോലും കുറ്റവാളികളെ തള്ളി പറയുമ്പോൾ സൗരവ് ദാസിന് മാത്രം ഈ കുറ്റവാളികളെ തുടരുത് എന്ന് പറയാൻ എന്താണ് ഇത്രയധികം വാശി? ഇതിനു പിന്നിൽ വേറെ എന്തെങ്കിലും അന്തർധാരയുണ്ടോ? ഡൽഹി പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തുവന്നത്. ജന്തർ മന്ദറിൽ സമരത്തിനെത്തിയവരിൽ വിവിധ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായ 2000ഓളം പേർ ഉണ്ടായിരുന്നതായി പോലീസ് രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും സഹായത്തോടെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. ഒരു സാധാരണ വിദ്യാർത്ഥി സമരത്തിലേക്ക് ഇത്രയധികം കൊടുംകുറ്റവാളികൾ എങ്ങനെയാണ് കൂട്ടത്തോടെ എത്തിച്ചേർന്നത്? സമരമുഖത്ത് മുഖംമൂടി ധരിച്ച് അക്രമങ്ങൾ അഴിച്ചുവിട്ടത് ഈ വിദ്യാർത്ഥികളാണോ? അതോ സമരത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം ഏറ്റെടുത്ത ഈ കുറ്റവാളികളാണോ?
വിദ്യാർത്ഥികളുടെ മുഖം മൂടിയണിഞ്ഞ് രാജ്യം ചോരപ്പുഴ ഒഴുക്കാൻ വന്ന ആ ഗുണ്ടകളെയാണ് പോലീസ് പിടികൂടുന്നത്. ആ പോലീസ് നടപടിയാണ് സൗരവ് ദാസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ദുരൂഹതയും നമ്മെ ഞെട്ടിക്കുന്ന സത്യവും. ഇനി ഗൾഫിൽ നിന്ന് ചില കമ്പനി ഉടമകൾ നിരവധി പേരെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കാനായി വിമാന ടിക്കറ്റ് വരെ നൽകി ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവരിൽ പലരും വിവിധ കേസുകളിൽ പ്രതികളുമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ സമരത്തിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്ന് വിമാനത്തിൽ വരിക, ആഡംബര ഹോട്ടലുകളിൽ താമസിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. ഈ പണം ആരാണ് നൽകിയത്? ഇത്രയും പണം മുടക്കി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡൽഹിയിൽ എത്തിക്കാൻ മാത്രം ആർക്കാണ് ഇത്രയധികം താല്പര്യം? ഇതിന്റെ പിന്നിലെ ഫണ്ടിംഗ് ഉറവിടം എവിടെ നിന്നാണ്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡുകൾ ആരെല്ലാമാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ വിശദമായ അന്വേഷണം നടക്കും. ബീഹാർ, ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ സമരത്തിന്റെ പേരിൽ അറസ്റ്റിലായ പലരുടെയും പിന്നിൽ സമാനമായ അട്ടിമറി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ പ്രേക്ഷകരെ? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന പേരിൽ രംഗത്ത് വന്ന ചില തൽപര കക്ഷികൾ യഥാർത്ഥത്തിൽ രാജ്യത്ത് വലിയൊരു അട്ടിമറിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പോലും മുഖവിലക്കെടുക്കാതെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഇവർ മുന്നോട്ട് വരുമ്പോൾ ഈ സമരത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന എന്താണെന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഒന്ന് ആലോചിച്ചു നോക്കൂ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനെയും ശിക്ഷിക്കുന്നതിനെയും എതിർക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാടിനെ നന്നാക്കാനാണോ ഇവർ ഇറങ്ങിയിരിക്കുന്നത്, അതോ ഈ നാട് നശിപ്പിക്കാനോ? കുറ്റവാളികളെ വരെ തൊടാൻ പാടില്ല, അവരെല്ലാം പുണ്യവാന്മാരാണ് എന്ന മട്ടിൽ സംസാരിച്ചാൽ അതിൽ എന്തർത്ഥമാണുള്ളത്? അതിൽ എന്ത് യുക്തിയാണുള്ളത്? രാഷ്ട്രീയ പ്രതിബദ്ധത എന്ന് പറയുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കലാണോ? കൊടും കുറ്റവാളികൾക്ക് കുടപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണോ നാട് നന്നാക്കാൻ നടക്കുന്നത്? ഇങ്ങനെ ചോദ്യങ്ങൾ നീളുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. വിദ്യാർത്ഥി സമരം എന്ന നല്ലൊരു ആശയത്തെ മുൻനിർത്തി അതിന്റെ മറവിൽ രാജ്യത്ത് ചോരപ്പുഴ ഒഴുക്കാനും അട്ടിമറികൾ നടത്താനും എത്തിയ കുറ്റവാളികളെയാണ് പോലീസ് പിടികൂടിയത്. ആ കുറ്റവാളികൾ അകത്താകുമ്പോൾ CJP കൂട്ടർക്ക് ഇത്രയധികം പൊള്ളുന്നത് എന്തിനാണ്? സമരം ചെയ്ത യഥാർത്ഥ വിദ്യാർത്ഥികളെ കോടതി വിട്ടയക്കാൻ ഉത്തരവിട്ടിട്ടും ആ കുറ്റവാളികളെ മാത്രം വിട്ടയക്കണമെന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ആ സമരത്തിന്റെ യഥാർത്ഥ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് രാജ്യസുരക്ഷ മുൻനിർത്തി ഈ ഉത്തരവിട്ടിരിക്കുന്നത്. ആ കോടതിയെ പോലും ഒരു സംവിധാനത്തിന്റെ വിധിയെ പരസ്യമായി തള്ളിക്കളയുകയും ഞങ്ങൾ അനുസരിക്കില്ല, വീണ്ടും സമരം തുടങ്ങുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്യുമ്പോൾ ഇവർ ആരെയാണ് കാൽക്കീഴിലാക്കാൻ നോക്കുന്നത്? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് പുച്ഛം കാണിക്കുന്ന ഇവർ എന്ത് രാജ്യസ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്തായാലും പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.